ഗൈസ് നമസ്കാരം വെൽക്കം ടു വൈബ് സോൺ. ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്നലെ നമ്മളൊരു കിഡിലൻ ലൈവ് വന്നു, അതായത് ഇന്നലെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് പോയി ഫ്രീ കുറേ റീലിനുള്ള കണ്ടന്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഏത് SD കാർഡിൽ 256 ഓക്കെ അതിലല്ലോ അതിലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഉഷാറാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്ഡേറ്റുകൾ. ഇന്ന് നല്ല ഹെവി മഴയാണ്. അജുവാട്ടൻ ഫ്രീ അല്ലാന്ന് തോന്നട്ടാ. അജുവാട്ടൻ ഇന്ന് ബിസിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബമ്പർ ലിപ്പും പരിപാടിയും വെക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബമ്പർ ലിപ്പ് വെച്ചത് ഇവിടെ ഒരു മെക്കാനിക് ആടിയത് നമ്മളെ കൂട്ടുകാരനാണ്. പണ്ട് മുതലേ നമ്മളെ മോഡിഫിക്കേഷനിൽ ഒരു വിധവനാണ് ചെയ്തു തന്നത്. അവിടെ പോയിട്ട് ചെയ്യാനാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം. അത് അവർക്ക് ഫുൾ എക്യുപ്മെന്റ് തന്നെ ഉണ്ടല്ലോ, വണ്ടി തന്നെ പൊക്കിയിട്ടെല്ലാം ചെയ്തു തരും. ക്ലീൻ ആയിട്ട് പെട്ടെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ അടുത്ത വീക്ക് ഡേയ്സിൽ പോകേണ്ടി വരും. ഇപ്പം ഇന്ന് ലീവായിരിക്കും. അതൊന്ന് ഇനിയിപ്പോൾ അജുവാട്ടിൻ്റെ അടുത്ത് നിന്ന് ചെയ്യണമെങ്കിൽ അജുവാട്ടിന് എപ്പോഴാണ് ഫ്രീ ആണെന്ന് നോക്കണം. അതിനനുസരിച്ച് ഞാൻ ഫ്രീ ആവണം, പിന്നെ ശ്രീയര് ഫ്രീ ആവണം, അല്ലെങ്കിൽ ശ്രീയര് ഫ്രീ ആയാലും മതി. പക്ഷേ അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ആലൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ പരിപാടി. അങ്ങനെ ഒരു സെറ്റപ്പിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതൊന്ന്. പിന്നെ പ്രോഗ്രാം ഇന്ന് ശ്രീയര് കുറച്ച് നേരം എഡിറ്റ് ചെയ്യും. ഞായറാഴ്ച കൊണ്ട് പുറത്ത് നല്ല മഴയും പരിപാടിയല്ല. ഞാനൊന്ന് പുറത്ത് പോയെന്ന് കുറച്ച് പരിപാടികൾ തീർക്കാനുണ്ട്. അപ്പോൾ അപ്പോൾ ശ്രീയുടെ അത് എഡിറ്റ് ചെയ്ത് തീർമ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ വരും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റേക്ക് കഴിച്ചിട്ട് കുറേ നാളെ അല്ലേ. ഇപ്പം പുറത്തുനിന്ന് പക്ഷെ നോക്കാം, ലീവ് കിട്ടുമ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ശരിയാവുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഉഷാറല്ലേ? ഹാപ്പി അല്ലേ നിങ്ങള്? പിന്നെ കഴിച്ചാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയണ്ടേ. ഒരു 3 വർഷം മുന്നേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ പോയി ഫോളോ അടിക്കണം. ഫ്രീ പ്രൊമോഷൻ. ഗൈസ് അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. ഫേസിന്റെ അടുത്താണ് ഒരാളെ കമന്റ് ഇട്ടിട്ട് നോക്ക്, കമന്റുകൾ നോക്ക്. ഇങ്ങനെ അത് സൂം ചെയ്ത് പിടിക്കല്ലെന്ന് പറഞ്ഞ, അതായത് 0.5 ഇട് 1x ഇങ്ങനെ ഇട്ട് പിടിക്കല്ലെന്ന് പറയുന്നു. ഓക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ പിടിക്കുമ്പോൾ നമുക്കും സുഖമായിട്ട് തോന്നില്ല, കാണുന്നവർക്കും ഒരു സുഖമായിട്ട് തോന്നില്ല. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പിടിക്കണം. ആരോ അടുത്ത് പോയി പിടിക്കാൻ പാടില്ല, നീലക്കൂലാവാൻ പാടില്ല കേട്ടാ. നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പിടിക്കണം എപ്പോഴും. അതാകുമ്പോ ആക്ടിവിറ്റീസ് അവർക്ക് കാണാം. അത് ചെയ്യണം. വെറുന്നില്ല. ഉഷാറല്ലേ? പിന്നെ കാണാം. നീ ഒന്ന് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്യേ. പിന്നെ അമ്മ കൊറേ പ്രേക്ഷകര് പിന്നെ ഡോഡ്ജ് അമ്മ ഓടിക്കുന്ന റീല് കാണണം എന്നോട് മെസ്സേജ് പറയുന്നുണ്ട്. അമ്മ ഡ്രിഫ്റ്റ് ചെയ്യുന്ന ആലോചിച്ചൊക്കെ ആടെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോ ബോധം കെട്ട് പോകും. അമ്മ ഇത് കണ്ടാ സൗണ്ട് അല്ല, ഇതിന്റെ ബാക്കിൽ വെക്കും, അന്നേരം അതിന്റെ സ്പീഡ് കൂടും നല്ലോണം. ഓ ഇത് പിന്നെ ഇത് സ്റ്റിക്കാട്ടാ, ഒട്ടിച്ചൊക്കെ ഉണ്ടാവും. അത് അൺബോക്സ് ചെയ്താലോ? ഇവിടെ പോലീസ് പിടിക്കുന്ന ബേസിക്കായിട്ട് നമ്പർ പ്ലേറ്റ് രജിസ്ട്രേഷൻ ഇല്ലാത്തത്. പിന്നെ ബൈക്കിന് കുറെ ആൾക്കാർ എന്ത് ചെയ്യാനറിയാ പറഞ്ഞ, ഈ സംഭവം എടുത്ത് കളയാം, എന്നിട്ട് ഇവിടെ ഒരു ചെറിയ നമ്പർ പ്ലേറ്റ് വെക്കേണ്ട സംഭവം ഉണ്ട്. പക്ഷെ അതെടുത്ത് കഴിഞ്ഞാൽ ചളി തീർക്കൂടാ. ഇപ്പൊ മഴത്തൊന്നും ഓടിക്കൂലല്ലോ. പക്ഷെ കിടലും നിൽക്കാവും, അഗ്രസീവ് ആവും ബാക്കിൽ. എല്ലാം ചെയ്യണം. ഏട്ടാ എത്ര ആൾക്കാരെ ചോദിക്കുന്ന അറിയാ, ഡോഡ്ജ് നാട്ടിലിറക്കുന്നോ വണ്ടി. ഇല്ല, അത് പ്രശ്നമില്ല. 150 ദിവസം നമുക്ക് നാട്ടിൽ വെക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നെ കുറെ പിള്ളേരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കമ്പനീസ് എല്ലാം ഇല്ലേ നാട്ടിലോട്ട് ഇറക്കാൻ. ഇങ്ങനെ പറഞ്ഞല്ലോ, പിള്ളേര് കോണ്ടാക്ട് അയച്ചു തന്നു. ബ്രോ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ ഇവർ ജെനുവിൻ ആയിട്ടുള്ള ടീമാണ്, നല്ല ടീമാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇറക്കും. ഗൈസ് ഒരു ദിവസം ഇറക്കും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഒരു ദിവസം എന്തായാലും ഇതില്ലേ, ഇത് സംഭവം എന്താ പറയാ, ഞാനൊരു ഹുഡ് ഇതിനെ കണ്ടു. ഞാൻ എന്തായാലും ശ്രീയർക്ക് അയച്ചു കൊടുത്തു. കിഡിൽ ഹുഡ്. ഇത് ഈ സാധനമില്ലേ, ഇത് പഴയ 2018 മോഡൽ വണ്ടിക്ക് വരുന്ന സാധനം. ഇത് മാറ്റിയിട്ട് ഇതിലെ കൂടെ ഇങ്ങനെ സാധനം വരുന്ന അടിപൊളി കാർബൺ ഫൈബർ. ഈ കളർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിച്ചതല്ല, പെയിന്റ് തന്നെ ഇങ്ങനത്തെ കളർ, പക്കാ കാർബൺ ഫൈബർ. അതും ആക്കി മോഡിഫൈ ചെയ്തിട്ട് വേണം. അതത്രേ ഉള്ളൂ. ബമ്പർ ലിപ്പും ബാക്കിലത്തെ ഇതും ഇപ്പം മാറ്റും.
അത് കഴിഞ്ഞ് ടയർ കുറച്ച് ഇതാക്കി വൈറ്റ് ബോഡി കയറ്റുന്നുണ്ടെങ്കിൽ ബമ്പർ ഫുൾ ആയിട്ട് മാറ്റണം. ഇങ്ങനത്തെ വണ്ടി നാട്ടിൽ കിട്ടൂല അല്ലേ? ആ ഒരു സംഭവം ഉണ്ട്. അന്നേരം ആ ലിപ്പ് വെറുതെ ആവും. പക്ഷെ അത് ഇപ്പോഴേ എന്തായാലും ചെയ്യൂലല്ലോ. പെട്ടെന്നില്ല കാര്യമല്ല പറഞ്ഞത്, ഫ്യൂച്ചേഴ്സ് ഐഡിയ. ഓക്കെ, അപ്പത്തേക്ക് ആ ബമ്പറും പൊട്ടും. ഞാനല്ലേ എടുക്കുന്ന വരഞ്ഞു. അതെ, അമ്മയില്ലേ, അമ്മ എടുക്കുമ്പോ ഇടുന്ന തന്നെ പൊട്ടും. ഞാൻ ക്രോസിലെടുക്കാം, നേരെ അല്ല എടുക്കാം. അമ്മേനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ എടുക്കുമ്പോൾ ക്രോസിൽ എടുക്കണം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ എടുക്കണം, എനിക്ക് ഇങ്ങനെ ആയിട്ട് പോകണം. എന്നിട്ട് അമ്മേനെ ഞാൻ പറഞ്ഞു എടുത്തു. അല്ല പിന്നെ പറഞ്ഞു കൊടുക്കാം അങ്ങോട്ട്. കാലിപ്പസ് പെയിന്റ് അടിക്കാൻ, റീപെയിന്റ് അടിക്കാൻ സമയം കുറച്ച് പണിയുണ്ട് ഗൈസ്. ഇത് ഈ ഇടയ്ക്ക് ചെയ്യാൻ പ്ലാൻ എന്നാ പറയാ. ഇപ്പൊ ലിപ്പ് മാറ്റും, ഹുഡ് ഏട്ടൻ പറഞ്ഞത് മാറ്റും, വൈറ്റ് ബോഡി കയറ്റണം. എന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ചാൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇറക്കും. വൈറ്റ് ബോഡി കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ബോഡി. ഇതാ. എന്നിട്ട് ഇവിടെ വൈറ്റ് ബോഡി കയറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈഡ് സ്കേർട്സ് ഇടും. അത് കഴിഞ്ഞിട്ട് ടയർസ് എല്ലാം എന്തായാലും മാറ്റും. വൈറ്റ് ബോഡി കയറ്റുമ്പോൾ ഇത് പിന്നെ ബ്ലാക്ക് അടിക്കും. എന്നിട്ട് ഇതിന്റെ ഇതെല്ലാം ഫിക്സ് ചെയ്യും. പാനലും ഇതെല്ലാം പെയിന്റും ഉള്ളിലത്തെ പാനലും ഫിക്സ് ചെയ്യും. സെറാമിക് കോട്ടിങ് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ സാധനമില്ലേ എന്റെ ഫോണിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. അതെല്ലാം ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഇത് എന്തായാലും മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിന്റെ ടിപ്സ് മാറ്റണം. ടിപ്സ് മാറ്റിട്ട് ഡോഡ്ജ് മോഡ്സ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തം. സീറ്റ് കവർ, ഇൻഡോർ പാനല്, ബ്രേക്ക് കാലിവർ, പെയിന്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സ്ട്രൈറ്റ് പൈപ്പ് അല്ല ഇത് സ്ട്രൈറ്റ് പൈപ്പോ? ഇത് പിന്നെ സ്ട്രൈറ്റ് പൈപ്പ് മാറ്റിട്ട് കസ്റ്റം എക്സോസ്റ്റ് വെക്കണം. എന്നിട്ട് അതിന്റെ ഉള്ളിലത്തെ ഇത് പിന്നെ ഇത് സംഭവം V6 ആണ് നമ്മളെ വണ്ടി. ഒരു സൂപ്പർ ചാർജർ കയറ്റാൻ പറ്റും. അതിന് എത്ര $3000 ആയിട്ടാണ്. പക്ഷെ പിന്നെ ഹോഴ്സ് പവർ നല്ലോണം കൂടും. പിന്നെ ഹെൽത്ത് കാറ്റിനെല്ലാം കേൾക്കുന്ന വെച്ചില്ലേ അവസാനം വരും. അതാണ് ഫ്യൂച്ചർ പ്ലാൻസ്. ഇറക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇറക്കണമെന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഈ ഒരു കോലത്തിൽ ഇറക്കിയിട്ട് കാര്യമില്ല. സംഭവം ഒന്ന് പക്കയായിട്ട് പെയിന്റ് എല്ലാം അടിച്ചിട്ടില്ലേ, നല്ല ക്ലീൻ ഗ്ലോസി പെയിന്റ് ആക്കിയിട്ടില്ലേ, അങ്ങനെ ടേക്ക് കെയർ ചെയ്തിട്ട് സാധനം ഇറക്കണം. ഉള്ളിലെല്ലാം തന്നെ പിന്നെ മറ്റേ VC-ന്റെ സ്റ്റിക്കർ ഒട്ടിക്കണം ആ സൈഡില്, ആ ചെറുത്. പിന്നെ അത് നാട്ടിലിറക്കുമ്പോ ഇടണം. എന്റെ അഭിപ്രായത്തില്ലേ നമ്മള് സൈഡിൽ എഴുതാണ്ടില്ലേ മലയാളത്തിൽ എന്തെങ്കിലും എഴുതിയാലോ? മലയാളത്തിൽ എന്തെങ്കിലും എഴുതിയാലോ സ്റ്റിക്കർ ഒട്ടിക്കാൻ? അല്ല വീടല്ല, ഫ്രണ്ടിലല്ല, ബാക്കില്. പണ്ട് മേഴ്സലിൽ എഴുതിയിട്ടുണ്ടായിട്ടേ വിജയന്റെ. അതിന്റെ ഫോണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഒരു മലയാളത്തിൽ എന്തെങ്കിലും നന്ദനം എന്ന് എഴുതിയാലോ? എന്താ മോനെ ഇങ്ങനെ നന്ദനം ഈ വണ്ടിക്ക്. ഓട്ടോക്കാരെല്ലാം എഴുതുന്നില്ലേ ബാക്കില് മുത്തേ ബ്രോ അങ്ങനത്തെ സാധനം. പിന്നെ ഇതിന്റെ ഉള്ളിലൊരു പിന്നെ കോൾഡ് എയർ ഇൻടേക്കും കൂടി കയറ്റിയല്ലേ. പക്ഷെ എന്റെ ചോദ്യം അതല്ല, അതെല്ലാം നമുക്ക് ചെയ്യാം, വിഷയമില്ല. ഇപ്പൊ വണ്ടി 1 ലക്ഷത്തിൽ കൂടുതൽ മൈൽ ഓടി. ഇതിൽ എത്ര നാളെ ഇനി ഓടും അതെല്ലാം വെച്ച് കഴിഞ്ഞാല് എന്നുവെച്ചാൽ അങ്ങനല്ല. മീൻസ് മോഡ്സ് ഈ സാധാരണ ഒരു ടൊയോട്ടോ എന്ന് പറയുമ്പോൾ ഒരു 3 ലക്ഷം 4 ലക്ഷം ഓടുമല്ലോ. 4 ലക്ഷം പ്ലസ് കുറെ ഓടും. ഡോജിന് എത്രയാണ് ഒരു ആവറേജ് പറയുന്നത്? 3 വരെ ഓടുക. പിന്നെ ഇത് ജസ്റ്റ് ക്ലീൻ ആക്കി അങ്ങ് വെക്കണല്ലേ, കളക്ട് ചെയ്ത കാറ് പോലെ. പണ്ടത്തെ ആൾക്കാരെല്ലാം ഈ ചലഞ്ചറെല്ലാം വെക്കുന്നില്ലേ, പക്ക നീറ്റ് ആക്കിട്ട്. അങ്ങനെ പിന്നെ ഇതിന്റെ ഒരു ഹെൽത്ത് കാറ്റ് എടുക്കാം. ആണോ പാത്തേ? പിന്നെ മാറ്റേണ്ടത് മെയിനായിട്ട് റിമ്മ്. ടയർ മാറ്റുമ്പോൾ റിമ്മ് മാറ്റണം. ഈ റിമ്മ് ബ്ലാക്ക് ഫുൾ. പക്ഷേ ഇല്ലേ ഇപ്പൊ കാർബൺ ഫൈബറിന്റെ കൂടെ ഇത് ചേരുന്നുണ്ട്. അത് ഈ ഒരു കളറിന്റെ ഏകദേശം മാച്ച് ആയിട്ട് വരുന്നു. അതുണ്ട്. എന്നാ ഒന്നിക്കൽ പോളിഷ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നല്ല റിമ്മാട്ടാ നമുക്ക് കിട്ടുമ്പോ ഒരു അടിപൊളി റിമ്മായത്. നമുക്ക് നോക്കാം ഗൈസ്. മെല്ലെ മെല്ലെ ചെയ്യണം, എല്ലാം ധൃതി കൂട്ടാൻ പാടില്ല. നമ്മൾ ഇന്നലെ പഠിച്ച പാടാത്. ധൃതി കൂട്ടി ഇതാക്കാൻ പാടില്ല, മെതുവ സമയമെടുത്ത്. പിന്നെ എനിക്ക് വേട്ടൻ ചെയ്തു തരേണ്ടത് ഒറ്റൊരു സംഭവം. രജിസ്ട്രേഷൻ വേറെ സംഭവം. ഈ ബൈക്കിന്റെ എക്സോസ്റ്റ് ഒന്ന് മാറ്റണം. അതിന് $1000. പക്ഷെ 1 ടൈം ആണത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മളിപ്പം കാറിനും ബൈക്കിനും ഒരുമിച്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കും. ഞാൻ ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ, ഞാൻ പറഞ്ഞു ചെയ്യണം. നമുക്കിപ്പം ഫോക്കസ് അതിൽ കൊടുക്കാം. മെല്ലെ മെല്ലെ ഒരു ഇപ്പം തുടങ്ങിയാലേ കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് നമ്മൾ പറഞ്ഞ മോഡ്സ് എല്ലാം ഒന്ന് സെറ്റാക്കി വണ്ടി ഒന്ന് ക്ലീൻ ആവും. ക്ലീൻ ആയിട്ട് ഒരു ആയി കഴിയുമ്പോഴേക്ക് തന്നെ നമുക്ക് ഫൈനാൻഷ്യലി ഒന്ന് സെറ്റ് ആവണ്ടേ. ആ ഹുഡ് ക്യാപ്പ് വേണ്ട, ഹുഡിന്റെ ക്യാപ്പ് വേണ്ട, ഇടാ ബമ്പറിന്റെ ക്യാപ്പ്.
ഇല്ലടാ ഇല്ലതോ സെറ്റാക്കി എടുക്കും. പിന്നല്ലേ മറന്നില്ല. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ശരി, എന്നാ പിന്നെ എഡിറ്റ് ചെയ്ത് പോയിട്ട് ബാക്കി പരിപാടികൾ ഇതിപ്പോ ആലന്റെ അടുത്ത് തന്നെ കൊണ്ടുപോവാം. ഇതില് പുറത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം. അത് ഇങ്ങനെയാണ് പലതും മിസ്സാവുന്നത്. നമ്മൾ കേട്ടാ ഇത് അൺബോക്സ് ചെയ്യുന്നുണ്ടോ? അൺബോക്സ് ചെയ്തൊക്കെ പിന്നെ പറഞ്ഞല്ലേ. കത്തി കത്തി ഓ പുല്ല് കിട്ടുന്ന സാധനം അല്ല, പുല്ലല്ല ചെടി. ഓക്കെ. IQ 3000 Quora point കൂടി. ഓ ഇതൊന്നും കാണാനില്ല. തിരിച്ചു നോക്കി 3 പീസായിട്ട് വന്നിട്ടില്ല. അത് കാർബൺ ഫൈബർ അല്ലല്ലോ നമ്മൾ. അല്ല, മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ. സെറാമിക്കും കൂടി ചെയ്യണല്ലേ? സെറാമിക് ഞാൻ ആദ്യം ചെയ്തിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടാ സെറാമിക് ചെയ്യുമ്പോൾ അവരെന്താ ഈ പറയാം, ഈ സാധനം കണ്ടാ ഇങ്ങനത്തെ ചിപ്പിലെല്ലാം പറിച്ചു കളഞ്ഞിട്ടില്ലേ, അവിടെ മൊത്തം ബഫ് ചെയ്തിട്ട് ഫുള്ള് പെയിന്റ് അടിച്ച് നല്ല ക്ലീൻ ആക്കും. അങ്ങനെ ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ ചെരിച്ച് നോക്കുമ്പോല്ലേ, നമുക്ക് ഈ വാഷിങ് വലിയ പിടിയില്ലാത്തതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ വരുന്ന ചെറിയ ചെറിയ സ്ക്രാച്ച് എല്ലാം അവര് എന്നെ എത്ര ആൾക്കാരാ പൊങ്കാലിട്ട് അറിയാം. ഞാൻ സോപ്പ് പൊടി ഇട്ടിട്ടായി വണ്ടി കഴിക്കിയത്. അത് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷെ നിങ്ങൾ കുറെ ആൾക്കാർ നീ പൊട്ടനാണോടാന്നെല്ലാം പറഞ്ഞ് അഗ്രസീവായിട്ട് എന്നോട് പെരുമാറി. പക്ഷെ എനിക്ക് അറിയാഞ്ഞിട്ട് അത് എന്റെ തെറ്റാണ്. എന്റെ അത് സംഭവം എന്താ പറയാ, അതിൽ വേറെ കാര്യമുണ്ട്. നമുക്കിപ്പം ഇവിടെ ഇത് കോമൺ കാറാണ്. നമ്മൾ കാണുമ്പോൾ ഡോഡ്ജ് അത്യാവശ്യം ഇല്ല കാറാണ്. അന്നേരം ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നല്ല, നമുക്കിപ്പോൾ നാട്ടിലൊരു സാധാരണ വണ്ടി അതാണ് സ്വിഫ്റ്റ്. അത് വലിയ വണ്ടികൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും സാധാരണ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല അതിനെ കുറിച്ച്. പക്ഷെ നാട്ടിലുള്ളവർ നോക്കുമ്പോൾ അവരെ ഡ്രീം കാറിലൊന്നായിരിക്കും. അപ്പോൾ അവർ നോക്കുമ്പോൾ എൻ്റെ ചങ്ക് പടയും. അവരുടെ സോപ്പലിട്ട് ഇറക്കുമ്പോഴല്ലേ എൻ്റെ ചങ്ക് പടയും. അത് എനക്കും ഉണ്ടാവും. ഇപ്പൊ റോൾസ് റോയ്സിൽ എടുത്താൽ മതി ചവിട്ടുമ്പോൾ എനക്കിങ്ങനെ പൊളിയും. ചിലപ്പോൾ അവൻ്റെ വണ്ടിയായിരിക്കും, പക്ഷെ അങ്ങനെയാണത്. അത് അവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇനി ടേക്ക് കെയർ ആണ്. സെറാമിക് കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഇത് വാങ്ങണം, തുണി വാങ്ങണം, മൈക്രോ ഫൈബറിന്റെ സാധനം വാങ്ങണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ശരി. ബൈ. നമ്മുടെ കമ്പനിയിൽ നമ്മൾ പുറത്ത് പോയി ലഞ്ചും പരിപാടിയെല്ലാം നമ്മൾ പിന്നെ പുറത്തുനിന്ന് ഇതാക്കാം. ഇതാണ് പുതിയ ട്രെൻഡ്. ബൈക്ക് ഓടിക്കുന്ന ഗ്ലൗസ് ഇട്ടിട്ട് ഒരാണാവുമ്പോ കൈ കൊണ്ട് ആണാകുമ്പോ നല്ല പറഞ്ഞേ. സംശയമുണ്ട് എനിക്ക്, നീ പെണ്ണാണോ? ഞാൻ ക്ലീൻ ഷേവ് അടിക്കണം ഒന്നും കൂടി. എല്ലാരും എന്നോട് പറയുന്നത് ക്ലീൻ ഷേവ് അടിക്കാനാണ്. അതാ ലുക്ക് എന്ന് പറയാം. അല്ല, അത് ഒരു 1-2 വട്ടം കാണുമ്പോ അത് ആദ്യം ചെയ്യുന്ന ആടില്ലേ, മീശ വളർത്തുന്നതും താടി വളർത്തുന്നതാണോ രസം, അല്ല ക്ലീൻ ഷേവ് അടിക്കുന്നതാണോ രസം? അമ്മേന്റെ അഭിപ്രായം. ചെയ്ത പാടില്ലേ, ചെയ്ത പാടിയുടെ ഒരു വെള്ള പാട് പോലെ ഉണ്ടാവും. അന്നേരം ഒറ്റ വൃത്തിയാണ്. 2 ദിവസം കഴിയുമ്പോൾ സിംഗാവും. അമ്മ പറ. അത്ര കട്ടിയൊന്നും ആയിട്ടില്ലല്ലോ. കട്ടി വരാനല്ലോ നോക്കുന്നേ. കുറച്ചാണ് കൂടെ അങ്ങനെ പോട്ടെ, പ്രായം കുറവ് തോന്നും. അല്ലെങ്കിൽ ഭയങ്കര ഏജ് ആയിട്ട് തോന്നും ഒന്ന് മീശ പഠിക്കുമ്പോ. താടിയെല്ലാം വെക്കുമ്പോ. എടാ അജുവേട്ടൻ വീട്ടിലുണ്ടോ? എന്താ ഫ്രീ ആയിരിക്കോ? അത് ഇപ്പം ചെയ്യാനാ? സമയമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ സ്പോയിലർ മാത്രം വെക്കണം. സ്പോയിലർ വെക്കാൻ സമയമുണ്ടാവോ? സ്പോയിലർ വെക്കാൻ സമയം ഉണ്ടാവും. പക്ഷല്ലേ അല്ലേ, വേഗം വെക്കാൻ പറ്റുന്നില്ല. അജുവേട്ടനോട് ഒന്ന് ചോദിച്ചു നോക്ക്. ഞാൻ കോൾ ചെയ്തു. അജുവേട്ടനെ വിളിച്ചു. അജുവേട്ടൻ പറഞ്ഞു ചൊവ്വാഴ്ച വെക്കാന്ന്. പക്ഷെ ചൊവ്വാഴ്ച ഏട്ടന് പറ്റൂല, ബിക്കോസ് ഏട്ടന് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും എന്നെ ഇൻസ്റ്റാഗ്രാം പോയി ഫോളോ അടിക്കണം. ഇടക്കിടക്ക് അത് പറഞ്ഞു കൊടുക്കും. അല്ല, പക്ഷെ അത് അറിയില്ല, ഇവരാണോ കൂടുന്ന എന്റെ റീൽസ് ഇട്ടിട്ടാണോ കൂടുന്ന എനിക്ക് അറിയില്ല. പക്ഷെ ഇവനൊരു തമാശക്ക് പറയുന്നത് അത് പിള്ളേർക്ക് ഇഷ്ടമാണ്. ഇവനൊരു ദിവസം പറയാണ്ടിരിക്കുമ്പോ പറയും ഞാൻ ഫോളോ അടിക്കാൻ പറഞ്ഞില്ലല്ലോ. അത് ശീലായി ഇപ്പൊ. അതെ, പക്ഷെ നമ്മക്കിണ്ട പേടി ഇല്ല, അതില്ലാത്തോണ്ട് മുഞ്ഞാഞ്ഞോട് നിങ്ങളെ എല്ലാരും മിസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അച്ഛന്റെ മുഞ്ഞാഞ്ഞോ മെയിൻ. അച്ഛനൊരു
വേറെ രീതിയിലേ പറഞ്ഞല്ലേ കുഞ്ഞും അങ്ങനത്തെ ഒരു സാധനം. കുഞ്ഞു ഞാൻ നിങ്ങളെ കുറേ ആൾക്കാർ മിസ്സാകുന്നുണ്ടെന്ന് പറഞ്ഞു. കാട് പോലെ ഉണ്ടായതല്ലേ? നീലഭസ്മം കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കിയിടും യാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. വോളിയം ഒന്നില്ല. വീട്ടില് പാടാം നമ്മ. ഇതെന്താ പണിന്ന് വെച്ചാൽ ഏട്ടനിപ്പോ എത്തിയല്ലോ. അതായത് ഞാനിപ്പോ ജിമ്മിൽ പോയി എത്തി. ഏട്ടനിപ്പോ പുറത്ത് പോയിട്ട് വന്നെത്തി. എന്നിട്ട് പണി തുടങ്ങി. ഏട്ടന് വെറുതെ നിൽക്കാൻ പറ്റൂല. ഞാൻ പെരി പെരി ചിക്കൻ ഉണ്ടാക്കിട്ട് പെരി പെരി ചിക്കൻ അടുപ്പത്തിനടുത്തു അത് ഇത് കഴിഞ്ഞ അമ്മേന്റെ പെരി പെരി ചിക്കനോട് കൂടി ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാം അല്ലേ? പെരി പെരി ചിക്കൻ ഫ്രൈ ചെയ്തതാ ആദ്യത്തെ പ്രാവശ്യം. മറ്റേ മറക്കണ്ട കോട്ട് ഡെയിലി തോട്ടല്ലേ? ഡെയിലി തോട്ട് ഡെയിലി തോട്ട് ഞാൻ നാളേക്കാം. അമ്മ ഇടുന്ന ഇന്ന് ഡെയിലി തോട്ട്. അമ്മ എടുത്താ അമ്മ അറിയില്ല ഡെയിലി തോട്ട് ഒന്നും അറിയാനില്ല. ഒരു മോട്ടിവേഷൻ സമയം വെറുതെ കളയാതെ മാക്സിമം യൂസ് ചെയ്യുക. ഈ കഴിഞ്ഞു പോയ സമയം ഇനി തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് മാക്സിമം യൂസ് ചെയ്യുക. അപ്പൊ ഇന്നിന് ഏട്ടന്റെ മോട്ടിവേഷൻ വേണ്ട, ഇത് മതി. ഒരു ദിവസം ഒന്നേ പറ്റൂ. ഒരേ ഒരു ലൈഫാണ്. എപ്പോൾ പോകുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം സന്തോഷിക്കുക, ഹാപ്പി ആവുക, അത്രയുണ്ട്. ഉഷാർ. പിന്നെ അമ്മേന്റെ ഇത് മതിയോ? ഞാൻ പറയുന്നില്ല, അതിന് മേളൊന്നുമില്ല എനിക്ക് പറയാം. റെസ്പെക്ട് മാംസ് ഗ്രാഫ്. എന്റെ ബർത്ത്ഡേക്ക് എല്ലാരും ഇവനെ വിഷ് ചെയ്തു. പക്ഷെ എന്നെ എന്തുകൊണ്ട് വിഷ് ചെയ്തില്ല? അമ്മയായതാണ്. ശരിയാണല്ലേ? ആദ്യമായി അമ്മയായ ദിവസം, ഞാൻ ജനിച്ച ദിവസം ശരിയാണ് കേട്ടോ. അപ്പൊ വീണ്ടും അമ്മയായ ദിവസം ഞാൻ ജനിച്ചത്. രണ്ടോട്ട അമ്മ സ്ക്വയർ. അമ്മ ഒരു മുഞ്ഞാഞ്ഞൂട്ടെ. നീ അടുത്ത് മുഞ്ഞാഞ്ഞൂടെ കുരുവെല്ലാം ഇങ്ങനെ കാണാം. ഞാനത് എപ്പോ അടുത്ത് പിടിക്കില്ല. മുഞ്ഞാഞ്ഞൂടെ നമുക്കത് നാളെക്കിടാം. അതെന്താ പറയാൻ ഇഷ്ടമല്ല. അത്ര വെച്ചിട്ട് പറഞ്ഞോ. മുഞ്ഞാഞ്ഞൂടെ അച്ഛനോട് പറഞ്ഞാല് മുഞ്ഞു. അച്ഛൻ വ്ളോഗിലെല്ലാം കാരണം ഭയങ്കര അടിപൊളിയാണ്. ചിലപ്പോ ഗൗരവം പോലെ തോന്നും, പക്ഷെ ഗൗരവമില്ല. ഫ്ലാഷ് ഓണാണല്ലോ. കുഴപ്പമില്ല, പറഞ്ഞോ. ഗൈസ്, സമയം 8 മണിയായി. ഒരു പ്രൊഡക്റ്റീവ് സൺഡേ ആയിരുന്നു. രാവിലെ എണീച്ചു, ലൈവൊക്കെ പോയി, അത് കഴിഞ്ഞ് പുറത്തു പോയി വന്നു, ഇതൊക്കെ ചെയ്തു. എല്ലാം ഒരു പ്രൊഡക്റ്റീവ് ആയിരുന്നു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. വെറുതെ സമയം ഇപ്പോൾ ട്രീ മൊത്തം നമ്മളൊന്ന് ട്രിം ചെയ്ത് സൈഡിൽ നിന്നെല്ലാം അനാവശ്യമായിട്ടുള്ള ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് താഴെ എനിക്ക് എത്തുന്നത്. പിന്നെ അങ്ങോട്ടുള്ള ഫുള്ള് കാട് പോലെയെല്ലാം സെറ്റാക്കി. നൈസ്. ഇതിന്റെ അടിയിൽ ഒരു അതിഥി ഉണ്ട്. ഈ വണ്ടീൻ്റെ അടിയിൽ പൂച്ച ഉണ്ടാ? ഞാൻ ചോദിക്കാം. അതിഥി ഉണ്ട്. ഒരു കറുത്ത പൂച്ച. പുലിമുരുകൻ. നല്ല സാധനമില്ലേ? ഹലോ. പട്ടി വരുന്ന പട്ടി. ഇതിൻ്റെ ഉള്ള പൂച്ചയുണ്ടേ? നമ്മൾക്ക് അറിയാത്തയാണല്ലേ? അതിങ്ങനെ നോക്കിയത് അത്രയും സൂം ചെയ്തു. ചിക്കൻ കഴിക്കാം. ചിക്കൻ മാത്രമല്ല, ചിക്കൻ മാത്രം. എനിക്ക് തലവേന എടുക്കുന്നുണ്ടല്ലോ. അതെയാ? പ്രേക്ഷകരെ, തലവേന മാറ്റാൻ എന്താ വേണ്ടത്? കമന്റ് ആയിട്ട് ഇടാൻ പറയും. തലവേന മാറ്റാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ഇല്ല, ഫോളോസ് കൂടി പോകും.
അല്ല ഇവര് ശരിക്കും ഹെൽപ്ഫുൾ ആട്ടോ. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിന് ഗൈസ് എനിക്ക് ആക്നി വരുന്നുണ്ട് എങ്ങനെ ഫിക്സ് ചെയ്യാം ഞാൻ പറഞ്ഞു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയി. ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ പോയി. എന്നിട്ട് ഡെർമറ്റോളജി എനിക്ക് റെക്കമെൻഡ് ചെയ്തു ചന്ദ്രിക സോപ്പ്. അത് ഞാൻ അതെ എന്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ചന്ദ്രിക. ശരിയാട്ടോ എന്തോ ഭാഗ്യാട്ടോ നമുക്ക്. കുരുവില്ല മുടിയുമില്ല. മുടി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ. ഞാനും പോയി അമ്മ അതിനെ ഹെൽപ്പ് ചെയ്തേ. അമ്മേന്റെ പല്ല് സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഹെയർ പല്ല് നമുക്ക് ശരിയാക്കാം. അമ്മ ഇങ്ങോട്ട് വന്ന് പല്ല് കാണിച്ചു കൊടുത്തേ. നല്ല ഗ്യാപ്പ് ഉണ്ട്. നോക്കി ചിരിച്ചേ. പക്ഷെ അത് പോയി നമുക്ക് ബോറായിട്ട് തോന്നില്ല. അല്ല ഈ മുടിയില്ലേ, മുടി നമ്മൾ ഫിക്സ് ആക്കി ഇപ്പൊ ഇല്ല, കുറച്ച് നമുക്ക് വരും അത് പോകുന്നുണ്ട്. ഇത് പക്ഷെ ശരിയാക്കി കഴിഞ്ഞല്ലേ സൈഡ് എഫക്ട്സ് ഉണ്ട്. ചില ആൾക്കാർക്ക് ചിലർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് നോക്കാം. പക്ഷേ അതെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനല്ലേ ഒരു ഇരിപ്പാവന്റെ ഇരിപ്പ്. ഓർത്തരാവൻ നല്ല വൈറ്റ് ബ്രിട്ടീഷ് ടച്ചുള്ള നല്ല ക്രീം ഉണ്ട്. എടാ ഓനിപ്പോ എത്ര ബിസിനസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. വെളുത്തിട്ട് പാറാന്ന് പറഞ്ഞ ഭയങ്കര ബിസിനസ് ആയവന്റെ. ഇവര് ചിക്കൻ കഴിക്കാം. ഇപ്പൊ ഒറ്റ ചിക്കൻ ചപ്പാത്തിന്റെ കൂടെ കൂടുക. ചപ്പാത്തിന്റെ കൂടെ നല്ല ദോശ വിട്ടേരണോ? ചപ്പാത്തിന്റെ കൂടെ നന്നായി. എന്നാ ദോശ വിട്ടുതരാം. അല്ല ചപ്പാത്തി വേണ്ട ദോശയാ. അല്ല ഞാൻ പറഞ്ഞ നാളത്തേക്ക്, നാളെ കൊണ്ടുപോകാനിത്. അപ്പൊ നാളത്തേക്ക് പ്രോട്ടീൻ എരിവ് പിടിക്കുന്നുണ്ട്. പ്രോട്ടീൻ ചിപ്സ് വാങ്ങിയിട്ടുണ്ട്. ഉണ്ടാ പ്രോട്ടീൻ ഞാൻ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞ ഞാൻ ജിമ്മിൽ പോയി നിന്ന്. നാളെ രാവിലെ ജിമ്മിൽ പോകണം. ബീത്തുണ്ടോ? ഇത് ഉള്ളില് കുത്തിക്കേറുന്നൊരു രാജാവിന്റെ എന്തൊക്കെയോ തേങ്ങ വറുത്തിടുന്നുണ്ട്. ഉള്ളി നല്ല ഡീപ്പ് ഫ്രൈ ആവണം. അത് അത്ര ആയിട്ടില്ല. ഗ്രേവിയും കൂടി ജിമ്മിൽ പോകുന്നുണ്ട്. ഇത് ബേബി ടൈമാണ്. പക്ഷെ വന്നോളൂ ഇല്ല എന്നെക്കാട്ടി കുറവാ. ഗ്ലൗസ് ഇടുന്നുണ്ടോ? ഞങ്ങൾക്കൊന്നുമില്ല. ഞാൻ അത്ര പണിയെടുക്കുന്നുണ്ട്. ഒറ്റ ഇതിന്റെ ഉള്ളിൽ നിന്ന് പാത്രം കഴിക്കാൻ തൈമ്പ് വരൂല. പിന്നെ ജിമ്മിൽ പോയാൽ മാത്രം നല്ല തൈമ്പ് വരിക. പണിയെടുത്ത പിന്നെ ആടെ പുള്ളപ്പ് എല്ലാ ദിവസവും അടിക്കും. ചില ഗ്രിപ്പിനില്ലേ റബ്ബർ ഇട്ടിട്ടുണ്ട്. ആടെ ഇല്ല. പ്ലാൻ ഫിറ്റ്നസ് ഇല്ല. പ്ലാൻ ഫിറ്റ്നസിൽ പോകുന്ന ആളാ ഞാൻ. റബ്ബർ എല്ലാ മെഷീനും ഇല്ലേ? മിഷനല്ല, പുള്ളപ്പ് എടുക്കുന്നില്ല. ബാർ. അതല്ല ഞാൻ പറയുന്നത്. പുള്ളപ്പ് എടുക്കുന്ന ബാറാ. പുള്ളപ്പ് ബാറല്ലേ അതില്. ഏത് സൈഡില്? ആകെ ഒരു സൈഡിലെ പുള്ളപ്പ് ബാറില്ല. അല്ല, രണ്ട് സൈഡിലുണ്ട്. ഒന്നാം മഞ്ഞ കളർ പെയിന്റ് അടിച്ച സ്ഥലത്തുണ്ട് പുള്ളപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അത് മറ്റേത് അത് പുള്ളപ്പല്ല. അത് മറ്റേ ഈ കാല് വെച്ചിട്ട് പ്ലേറ്റിനോട് മുകളിലോട്ട് വരുന്നതാണ്. അതും ആ പ്ലേറ്റ് മടക്കി വെച്ചാൽ പുള്ളപ്പ് ചെയ്യാം. അതറിയില്ല. പുള്ളപ്പ് ചെയ്യാൻ പറ്റും. അതൊന്ന് മറ്റേ സൈഡിലൊന്ന്. ആ ഒരു സൈഡില് റബ്ബർ ഉണ്ട് ഹാൻഡിലിന്, മറ്റേ സൈഡില് റബ്ബർ ഇല്ല, മറ്റേ ഇരുമ്പിന്റെ. ഞാൻ ഇതുവരെ കണ്ടില്ല. നിങ്ങൾക്ക് കേൾക്കണ്ടേ? എനിക്ക് പഴംപൊരിയും ബീഫും കഴിക്കണമെന്നുണ്ട്. അത് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, കഴിച്ചു നോക്കുന്നുണ്ട്. നാട്ടുപടി ഞാൻ കഴിക്കും. ദിലീപ് ആ ട്രെൻഡ് ഇറക്കി പോന്നല്ലേ? അയാൾക്ക് കൊണ്ടു കൊടുത്തല് ആരെ കൈ തട്ടിയിട്ട് ബീഫ് കറി മറിഞ്ഞു പോയതാണെന്ന്. അപ്പൊ അത് കഴിച്ചു നോക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനുശേഷം അതൊരു കോമ്പിനേഷൻ ആക്കിയവര്. ചപ്പാത്തി ന്യൂട്ടലും കഴിക്കുന്ന ആളാ ഞാൻ. അലവി മത്തി അത് നാട്ടില് കോമൺ അല്ല. അത് അല്ലേ? അത് കുറച്ച് റെയറാണ് അത് ചപ്പാത്തി ന്യൂട്ടല്. ഇപ്പം കോമൺ ആയി. അങ്ങനെ വ്ലോഗിന്റെ അവസാനമായിരിക്കുന്നു. ഇന്ന് ഡെയിലി കോട്ട് വേണം. ഇന്ന് ഡെയിലി കോട്ട് അമ്മയിട്ടു. അമ്മയിട്ടല്ലേ? അതുപോലെ. അപ്പൊ നിങ്ങൾ പറ
അമ്മേൻ്റെ ഡെയിലി കോട്ട് എങ്ങനെയുണ്ട്. വേറെ നിനക്ക് പറയാനില്ലേ ഗൈസ്? നാളെ കാണാം. പിന്നെ ഇല്ലേ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ട്യൂസ്ഡേസും തേഴ്സ്ഡേസും എനിക്ക് വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ട്, 8-8:30 വരെ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പൂടും പരിപാടിയൊന്നുമില്ല, ആരുമില്ല, എല്ലാവരും തിരക്കാണ്, എല്ലാവരും ജോലിയും പരിപാടിയൊക്കെ ആയിട്ട് തിരക്കാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ വ്ളോഗ് നിങ്ങൾക്ക് കാണണം. വന്നിട്ട് എന്താ എടുക്കുക ഞാൻ, അല്ല പിന്നെ സൈഡ് നേരത്തെ എടുത്ത് നോക്കണം ആ ദിവസങ്ങളിൽ മാത്രം. ഇവിടുന്ന് നടക്കുന്നെല്ലാം അമ്മയായിട്ടുള്ള പരിപാടി, അമ്മയായിട്ട് ഷോപ്പിംഗ് പോകുന്നത് അത് ഇതൊക്കെ. അല്ല ഇനി അമ്മയില്ലല്ലോ, അമ്മയും ജോലിക്ക് പോയി, ഞാൻ ഒറ്റയ്ക്കും. അപ്പോൾ നിങ്ങൾ പറ അത് വേണോ വേണ്ടിയൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും സ്കൂള് തുടങ്ങിയാൽ അത് സ്കൂള് പിന്നെ പരീക്ഷ ആവാനായി തോന്നുന്നു. പരീക്ഷ ആവാനായിട്ടാ നാട്ടില് സ്കൂള് തുടങ്ങി 2 ആഴ്ചക്കുള്ളിൽ തന്നെ പരീക്ഷ തുടങ്ങും. ഓണപരീക്ഷ അല്ലേ? എന്ത് പണ്ടാരത്, ഓണപരീക്ഷയും പരിപാടി അല്ലല്ലേ? അപ്പൊ എല്ലാരും പരീക്ഷ സ്ട്രെസ് ഒന്നും അടിച്ച് ഇതാക്കണ്ട, പറ്റുന്ന പോലെ പഠിക്കാം. എന്നോട് ഒരു ചങ്ങായി എന്നെ മെസ്സേജ് ബ്രോ എനിക്ക് എക്സാം ഉണ്ട് 2 ആഴ്ചയില്, എങ്ങനെ പഠിക്കാം, എനിക്ക് ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പൊ കുറെ ആൾക്കാർ പഠിക്കാൻ ഉള്ള ആ ഒരു പ്രായത്തിലുള്ള പിള്ളേരാണ്ട് നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞതാണ്. പഠിക്കാനിരിക്കുമ്പോ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി പഠിക്കണ്ട. നിങ്ങളെ പാരൻസിനെയോ ടീച്ചേഴ്സിനെയോ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി പഠിക്കണ്ട. നിങ്ങൾക്കത് വേണം എന്നുള്ളൊരു മനസ്സോടുകൂടി പഠിക്കുക. അപ്പോൾ ആ അർത്ഥം എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്, ആ കണ്ടന്റ് ഇല്ലേ, അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് എന്നില്ലേ. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫിസിക്സിൻ്റെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ മാത്സിൻ്റെ എന്തെങ്കിലും ഒരു കണക്ക് നിങ്ങൾ പഠിക്കാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ വായിച്ച് അത് ഇത് പ്ലസ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തലയിൽ കയറില്ല. നേരെ മറിച്ച് ഓക്കെ ഇത് ഇങ്ങനെയാണ് പറയുന്നത്, ഓക്കെ ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കും ആദ്യം. അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു. അത് മറന്നു പോകാണ്ടിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, റിയൽ ലൈഫിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അതുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് നൈസായിട്ട് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ എക്സാമ്പിളാണ്. ഓക്കെ, ഈസി ആയിട്ട് എഴുതാൻ പറ്റും, സിമ്പിളാണ്. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് 30 മിനിറ്റ് പഠിക്കുക, ഒരു ബ്രേക്ക് എടുക്കുക, ഒരു 10 മിനിറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരിപാടി ചെയ്യുക, വീണ്ടും ഇരിക്കുക, ഒരു 10 മിനിറ്റ് പിന്നെ 20-30 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അങ്ങനെ പഠിക്കണം. മറ്റേ കണ്ണിൽ ഇർക്കിളിയും വെച്ച് ജഗതി ഇരിക്കുന്ന പോലെ 5 മണിക്കൂറും 10 മണിക്കൂറും ഇരുന്ന് വായിക്കണ്ട. പിന്നെ നിങ്ങൾ മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ തലയിൽ കയറില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ നിൽക്കരുത്, അത് മണ്ടത്തരാണ്. അപ്പോൾ നിങ്ങൾ രാത്രി പഠിക്കുക കൂടുതൽ. ഏതാണോ നിങ്ങൾക്ക് പറ്റിയ ടൈം അന്നേരം പഠിക്കാം. രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ കുറേ തലയിൽ നിൽക്കുക, അതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. പഠിക്കുക, സെറ്റാക്കുക. പിന്നെ ലാസ്റ്റ് ടിപ്പ്, ബുക്കുകൾ ഇഷ്ടം പോലെ വായിക്കും, ഡെഫിനേഷൻസ് കുറേ വായിക്കും, നിങ്ങൾ ആൻസേഴ്സ് കുറേ ബൈഹാർട്ട് പഠിക്കും. എന്നിട്ടില്ലേ കുറേ നേരം ബുക്ക് അടച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടിയൊക്കെ ചെയ്തു വന്നിട്ടില്ലേ, ബുക്ക് തുറക്കാതെ അത് ഓർത്ത് വെച്ച് എഴുതാൻ വേണ്ടി നോക്കുക. ഓർത്ത് വെച്ചിട്ട് നിങ്ങളുടെ പ്യുവർ മെമ്മറി വെച്ചിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ചിലതൊക്കെ മിസ്സാവും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ കണ്ടന്റ് അറിയെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും സുഖമായി. ബൂം, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഗൈസ് വെറുതെ പറയുന്നല്ല, നിങ്ങൾ നല്ല മാർക്ക് വാങ്ങും ഇപ്രാവശ്യത്തെ പരീക്ഷ കേട്ടോ. ഓക്കെ, വേറെ എന്നൊക്കെ പറയാനില്ല. ശ്രീ വേറെ പറയണ്ട. അപ്പോൾ ഗൈസ് എന്നാ പിന്നെ ശരി, എന്നാ നീക്കോ. അപ്പോൾ ഗൈസ് എന്നാൽ ശരി, ഉഷാറായിട്ടിരിക്കും, വൈബായിട്ടിരിക്കും, പവറായിട്ടിരിക്കും. പിന്നെ ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട, ഐഫോണാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഒന്നുമില്ല, എന്നാൽ പിന്നെ നാളെ കാണാം അല്ലേ. പീസ് പറയുന്നതിൻ്റെ മുന്നേ ഗൈസ് ഞങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട്, അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി ഫോളോ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡൗൺ ആണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല, പെട്ടെന്നൊരു ജലദോഷം വന്നു. പക്ഷെ നമ്മൾ നാളെ പവറായിട്ട് വരുന്നേക്കാം. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, എന്നെ സർവൈവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, പീസ്.